നമസ്കാരം. FP എക്സ്ട്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടോട്ടൻഹാം ഹോട്ട്സ്പർ ഇന്നലെയും 2-1 തോറ്റിട്ടുണ്ട്. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഫുള്ളാമിനോട്. തുടർച്ചയായ 4ാമത്തെ തോൽവിയാണിത് ലീഗിൽ. ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് എനിക്കറിയത്തില്ല ടോട്ടൻഹാം ഹോട്ട്സ്പറിൻ്റെ കാര്യത്തിലൂടെ വരുമ്പം. കാരണം നിങ്ങൾക്കിപ്പം പോയിൻറ്റ്സ് ടേബിൾ നോക്കുകയാണെങ്കിൽ ടോട്ടൻഹാം ഹോട്ട്സ്പർ 4 പോയിൻ്റ് അവേ ഫ്രം റെലഗേഷനാണ്. വെസ്റ്റ് ഹാമുമായിട്ട് 4 പോയിൻ്റ് ഡിഫറൻസാണ് ഉള്ളത്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് താഴെയുണ്ട്. പക്ഷേ എന്നാലും ഇമാജിൻ ഇനിയുള്ള മാച്ചുകളിൽ 10 മാച്ചുകളോടുണ്ട്. ഈ 10 മാച്ചുകളിൽ ടോട്ടൻഹാം ഹോട്ട്സ്പർ ഫോക്കസ്ഡ് ആയില്ലേ പണി പാടും. കാരണം എനിക്കിപ്പോഴും ടോട്ടൻഹാം ലീഗിൽ നിൽക്കുമെന്ന് തോന്നുന്നതിൻ്റെ ഒരു ഫാക്ടർ ഇക്കാര്യമാണ്. ദർ വിൽ ബി മാച്ചസ്. ഈ 10 മാച്ചിൽ അവിടെ ഇവിടെയൊക്കെ മേ ബി ഒരു 2-3 വിന്നും, അടുത്ത 10 മാച്ചുകളിൽ വെച്ച് ഒരു 2 വിന്നും ഒരു 3-4 ഡ്രോയോ അവിടെ ഇവിടെയൊക്കെ പിടിക്കുകയാണെങ്കിൽ ടോട്ടൻഹാമിന് ലീഗിൽ തന്നെ തുടരാം. പക്ഷേ അപ്പുറത്ത് വെസ്റ്റ് ഹാമും നോട്ടിംഗ്ഹാമും മൊമെൻറ്റം ഗെയിൻ ചെയ്യുന്ന സിനാരിയോ ആണെങ്കിൽ ഇറ്റ്സ് നോട്ട് ലുക്കിംഗ് ഗുഡ് ഫോർ ടോട്ടൻഹാം. പക്ഷേ എങ്ങനെയും വിക്കാരിയോയും ഇപ്പോൾ റൊമേറോ ഒക്കെ തിരിച്ചു വരുമ്പോഴേക്കും കാര്യങ്ങൾ സോർട്ട് ഔട്ട് ആവുമെന്ന് പ്രതീക്ഷിക്കുക. അല്ലാതെ ഇപ്പോൾ എന്താണ് പറയാൻ പറ്റുക. സോ ഇന്നലെയും 2-1 തോറ്റു. പക്ഷേ ഇന്നലത്തെ മാച്ചിൽ ഇപ്പം ടോട്ടൻഹാം ഇറക്കിയ ലൈനപ്പ് നിങ്ങൾക്ക് കാണാം. അത്യാവശ്യം അവൈലബിൾ പ്ലേയേഴ്സ് വെച്ച് കുഴപ്പമില്ലാത്തൊരു ലൈനപ്പ് തന്നെയാണ് ഇറക്കിയത്. പക്ഷേ ഇപ്പോഴും ഇഞ്ചറി കൺസേൺസ് ഉണ്ട്. ബെഞ്ചിൽ നിന്ന് റിച്ചാൾസൺ വന്നു, ഒരു ഗോൾ സ്കോർ ചെയ്തു. അതാണ് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം. കഴിഞ്ഞ ആഴ്ച റിച്ചാൾസൺ ആർസണൽ അഗേൻസ്റ്റ് ആ ഗോൾ അടിക്കുമായിരുന്നു. എൻ്റെ താടി അവിടെ ഇരുന്നേനെ. പക്ഷേ ഇന്നലെയാണ് ആൾക്ക് അടിക്കാൻ തോന്നിയത്. പക്ഷേ അപ്പോഴേക്കും റിച്ചാൾസൺ അടിച്ചപ്പോഴത്തേക്കൊക്കെ കളി കഴിഞ്ഞിരുന്നു. സോ ഇന്നലത്തെ മാച്ചിലോട്ട് നോക്കുമ്പോഴേക്കും ആദ്യമേ തന്നെ ഒരു കോൺട്രവേഴ്ഷ്യൽ സിനാരിയോ ഉണ്ട്. ആ ക്രോസ് ഫസ്റ്റ് ടൈം ബോക്സിലോട്ട് വരുമ്പോൾ റൗൾ ഗിമിനസ് അവിടെ ട്രാഗൂസിൻ്റെ മേൽ ചെറിയൊരു കൈയേറ്റി വെക്കുന്നുണ്ട്. അതൊരിക്കലും താഴെ വീഴാനുള്ള പുഷോ മറ്റേതോ മറിച്ചതോ ഒന്നുമില്ല. പക്ഷേ ഈ സെയിം സംഭവം ലാസ്റ്റ് വീക്ക് ആർസണലിൻ്റെ ഗബ്രിയർ ചെയ്തപ്പം ഗോൾ ഓവർ ടേൺ ചെയ്തിരുന്നു, ഫൗൾ വിളിച്ചിരുന്നു. ഓൾമോസ്റ്റ് ആ സിമിലർ കൈൻഡ് ഓഫ് തിങ് ഇത്തവണ ഗോൾ ഓവർ ടേൺ ചെയ്തില്ല. അത് ആ പുഷ് ചെയ്യുന്നുണ്ട്. അത് പിന്നീട് വിൽസൺ പോയാണ് ഗോൾ സ്കോർ ചെയ്യുന്നത്. പക്ഷേ ഈ സെയിം സിനാരിയോ ആണത്. സോ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ലാസ്റ്റ് വീക്കിലെ ഗബ്രിയലിൻ്റെ അതും ഗോൾ കൊടുക്കണമായിരുന്നു. ഗബ്രിയലിൻ്റെ അത് ഫൗളല്ലായിരുന്നു. ഷുഡ് ഹാവ് സ്റ്റാൻഡ്. കോളമോനയുടെ ഗോൾ. ഈ മാച്ചിലും ഇതും കറക്റ്റ് ഗോളാണ്. പക്ഷേ ഇൻകൺസിസ്റ്റൻസി ലാസ്റ്റ് വീക്കിൽ ഒരു റൂൾ, ഈ വീക്കിൽ വേറൊരു രീതിയിൽ. സോ അത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. പിന്നീട് രണ്ടാമത്തെ ഗോൾ ഇവോബിയുടെ ഒരു 1.5 ഐറ്റമായിരുന്നു. അത് വിൽസൺ ഇവോബിക്ക് ഇട്ട് കൊടുക്കുന്നു. വൺ ഓഫ് ദ ഗോൾ ഓഫ് ദ സീസൺ കണ്ടൻറ്റർ തന്നെയാണ്. ഫസ്റ്റ് ടൈം തന്നെ ആളത് പ്ലേസ് ചെയ്യുവാണ്. കിട്ടിലനായിട്ടുള്ളൊരു ഫിനിഷ് തന്നെയാണ് ഇവോബിയുടെ. സോ 2-0 ആക്കുന്നു. പിന്നീടാണ് റിച്ചാൾസൺ സെക്കൻഡ് ഹാഫിൽ 2-1 ആക്കി. പക്ഷേ നിങ്ങൾക്ക് ഈ മാച്ചിൻ്റെ സ്റ്റാറ്റ്സ് കാണാൻ ക്ലിയർലി ഫുള്ളാം ഡോമിനേറ്റ് ചെയ്തൊരു മാച്ചാണ്. സോ ഒന്നും പറയാതെ 2-1 ഒരു ലോസ് ടോട്ടൻഹാം ഹോട്ട്സ്പർ. നമുക്ക് നോക്കാം ലീഗിൽ എന്ത് കാണിക്കും എന്നുള്ളൊരു സിനാരി. ഇഗോർ ടുഡോറിൻ്റെ സാക്ക് എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ, അതായത് എത്രയും പെട്ടെന്ന് മാറ്റും എന്നൊക്കെയുള്ള രീതി ഡിസിഷൻ എടുക്കും എന്നൊക്കെ പറഞ്ഞ് റിലയബിളായിട്ടുള്ള സോഴ്സെല്ലാം അവിടുന്ന് ഇവിടുന്നൊക്കെ വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഐ ഡോണ്ട് നോ ഇഗോർ ടുഡോർ എന്ത് കാണിക്കും, ഇനി ലീഗിനെ പിടിച്ചു നിർത്തുമോ ഇല്ലയോ. അപ്പുറത്ത് നോട്ടിംഗ്ഹാമും വെസ്റ്റ് ഹാമും മൊമെൻറ്റം ഗെയിൻ ചെയ്യുന്നൊരു സിനാരിയാണ് പണിവാളും ടോട്ടൻഹാമിന്. സോ അതുപോലെ തന്നെയാണ് നമ്മൾ സിരിയയിലോട്ട് കിടക്കുമ്പോഴേക്കും ഇന്നലെ സിരിയയിൽ ഒരു ക്ലാസിക് മത്സരം ഉണ്ടായിരുന്നു. റോമ വേഴ്സസ് യുവൻറ്റസ്. കിട്ടിയ മാച്ചായിരുന്നു. 3-3 സമനിലയിൽ പിരിഞ്ഞൊരു ഫിക്സറായിരുന്നു. സോ ആദ്യമേ വെസ്ലിയുടെ ഒരു വേൾഡ് ക്ലാസ് ഫിനിഷ് ആയിരുന്നു. അത് അടിപൊളി ഷോട്ടായിരുന്നു. വെസ്ലിയുടെ 1-0 ലീഡ് എടുത്തു. പക്ഷേ അതിനേക്കാളും അടിപൊളിയായിട്ടുള്ള ഒരു ഫിനിഷ് നമ്മൾ കൊൺസിസാവയുടെ കയ്യിൽ നിന്ന് കണ്ടു. ഒരു സൂപ്പർ ഷോട്ട് ഫ്രം കൊൺസിസാവ. അതും 1-1 ആക്കി. അതും കൊൺസിസാവയുടെ ഗോൾ വരുന്നത് സെക്കൻഡ് ഹാഫാണ്. ഫസ്റ്റ് ഹാഫ് 1-0 ലീഡിലാണ് വെസ്ലി പോകുന്നത്. സോ വെസ്ലിയുടെ ഗോൾ എടുത്തുകൊണ്ടാണ് റോമ പോകുന്നത്. സോ ഇന്നലെ നമ്മൾ നോക്കാനായിട്ടാണ് റോമ ഇറക്കിയ ലൈനപ്പ് നിങ്ങൾക്ക് കാണാം. നമുക്ക് ആ മിഡ്ഫീൽഡിൽ ക്രിസ്ത്യാൻ്റെയും മാനുക്കോനെയും അതുപോലെ തന്നെ നമ്മൾ നോക്കാനായിട്ടുള്ള എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു യങ്സ്റ്റർ ഉണ്ട്. ഈ പ്ലാനെ കുറിച്ച് പറയണമെന്ന് തോന്നി. നിക്കോളോ പിസില്ലി എന്ന് പറയുന്ന ഒരു എക്സൈറ്റിംഗ് യങ്സ്റ്ററാണ്. 21 വയസ്സാണ്. ഇറ്റാലിയൻ ഇൻ്റർനാഷണൽ മാൻ. ഇസ് റിയലി ലുക്കിംഗ് ലൈക്ക് എ ടോപ്പ് പ്രോസ്പെക്ട്. റോമയിൽ ഈ സീസൺ റിയലി ഇംപ്രസീവാണ്. സോ പിസില്ലി കീപ്പ് ആൻ ഐ ഓൺ ഹിം. അതുപോലെ തന്നെ വെസ്ലി ലുക്കിംഗ് ഗുഡ്. എല്ലാവരും പെലഗ്രീനി, മാലൻ അത്യാവശ്യം നല്ല ഫോമിലാണെന്നുള്ളൊരു ഫീലുണ്ട് ഇവിടെ വന്നതിന് ശേഷം. പിന്നെ യുവൻറ്റസ് ഇന്നലെ ഇറക്കിയ ലൈനപ്പ് നിങ്ങൾക്ക് കാണാം. പ്രട്ടി മാച്ച് അവർ അവൈലബിൾ പ്ലേയേഴ്സ് വെച്ചുള്ള സ്ട്രോങ്സ്റ്റ് ലൈനപ്പ്. വീണ്ടും ജോണാഥൻ ഡേവിഡ് തന്നെയാണ് സെൻട്രൽ ഫോർവേഡായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇൽഡിസ, കൊൺസിസാവോ, ബാക്കിൽ കെല്ലിയും ബ്രെമറും, മക്കന്നെ മിഡ്ഫീൽഡിലോട്ട് വന്നു. സോ ലൊക്കറ്റലി ഇല്ലായിരുന്നു. കൂപ്മേനേഴ്സ് ആണ് തുറാമിനോടൊപ്പം സ്റ്റാർട്ട് ചെയ്തത്. സോ ഈ മാച്ചിലോട്ട് വരുമ്പോഴേക്കും 1-1 ആക്കി. അതിനുശേഷം എൻഡിക്കയുടെ രണ്ടാമത്തെ ഗോൾ, കഴിഞ്ഞ ആഴ്ച ആൾ ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്തിരുന്നു റോമയ്ക്ക് വേണ്ടി. ഒരാളുടെ രണ്ടാമത്തെ ഗോൾ ഡിഫൻഡറാണ്, പുള്ളി കൺവേർട്ട് ചെയ്തുകൊണ്ട് 2-1 ആക്കി. പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ മാനുക്കോനോട് ഒരു 1.5 പാസ് ഉണ്ടായിരുന്നു ടു മാലൻ. അത് മാലൻ പോയി ഗോൾ അടിക്കുന്ന ഒരു സിനാരിയോ കണ്ടു. 3-1 ആക്കി. അതിനുശേഷം നമ്മൾ നോക്കാനാണെങ്കിൽ യുവൻറ്റസ് ഒരു കംബാക്ക് നടത്തുമായിരുന്നു. ആദ്യമേ ബോജയിലൂടെ ഒരെണ്ണം തിരിച്ചടിച്ചു. പിന്നീട് ആഡ് ഓൺ ടൈമിൽ 90+3 മിനിറ്റിൽ ഗാറ്റിയും കൂടെ അടിച്ചുകൊണ്ട് 3-1 എന്നുള്ള ഒരു സിനാരിയോയിൽ നിന്ന് 3-3 ആക്കിക്കൊണ്ട് ഒരു പോയിൻ്റ് എടുത്തുകൊണ്ട് യുവൻറ്റസ് ഇവിടുന്ന് പോയി.
ആൻഡ് എടുത്തു പറയേണ്ട കാര്യം ഈ മാച്ചിലെ സ്റ്റാറ്റ്സ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഓവറോൾ റോമയാണ് കൂടുതൽ ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത്. അവർ 3 മിസ് ചെയ്തപ്പം യുവൻറ്റസ് ഒരു ബിഗ് ചാൻസാണ് മിസ് ചെയ്ത്. സോ പോയിൻറ്റ്സ് ടേബിളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ യുവൻറ്റസും റോമയും ടോപ്പ് 4 റേസിലാണ് ഇപ്പോൾ. രണ്ടുപേരും നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ടൈറ്റിൽ റേസിലില്ല. സോ ഈ മാച്ച് 3-3 ആയി 1 പോയിൻറ്റ് വെച്ച് പോയി. ബട്ട് റോമ മൈഡ്ഫീൽഡിലേക്ക് അവർക്ക് ആ 3-1 ലീഡ് പ്രൊട്ടക്റ്റ് ചെയ്യാമായിരുന്നു എന്ന് ഓർക്കുമായിരിക്കും. പക്ഷേ യുവൻറ്റസ് ഒരു പോയിൻറ്റുമായിട്ട് എടുത്തുകൊണ്ട് പോയി. അവിടുന്ന് കൂടാതെ മറ്റൊരു മത്സരത്തിലോട്ട് വരുമ്പോഴേക്കും ഇൻ്റർ ടേബിൾ ടോപ്പേഴ്സായ ഇൻ്റർ 2-0 കംഫർട്ടബിളി ജനോവയെ തോപ്പിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഡിമാർക്കോഡ് ഒരു 1-1 സൂപ്പർ സാധനമായിരുന്നു കേട്ടോ. ഡിമാർക്കോഡ് ഒരു ഗോളും സെക്കൻഡ് ഹാഫിൽ ഇഞ്ചറി മാറി വന്ന ഹക്കിം ചാനോഗ്ലുവിൻ്റെ ഒരു ഗോളുമാണ് ഇൻ്റർ 2-0 ഒരു വിക്ടറി നേടിയത്. സോ ഈ മാച്ചിൽ ബോണി തുറാം ഫ്രണ്ടുമായിട്ടാണ് ഇറങ്ങിയത്. ലൗത്താറോ ഇപ്പോഴും ഫിറ്റല്ല. സോ ലൗത്താറോ ഫിറ്റായി കൂടെ വന്നാൽ ഇൻ്ററിന് കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇൻ്ററിന് ഇപ്പം കംഫർട്ടബിൾ ലീഡായിട്ടുള്ളത് നമുക്ക് ലാസ്റ്റ് വൈൻഡപ്പ് ചെയ്യുമ്പോൾ കൂടുതൽ പറയാം. സൊലച്ചിക് ചരഞ്ഞോള് ഫിറ്റായി വന്നത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അക്കാഞ്ചി ഡിവിർജ് കാർലോസ് അഗുസ്റ്റോ ബാക്ക് 3 ആയിട്ടാണ് ഈ മാച്ച് ഇൻ്റർ ഇറക്കിയത്. അതിന് ഇൻ്റർ കംഫർട്ടബിളി സ്റ്റാറ്റിസ്റ്റിക്കിലേക്ക് ഡോമിനേറ്റ് ചെയ്തൊരു മാച്ചാണ്. കൂടാതെ ഇൻ്റർ അപ്പുറത്ത് 3 പോയിൻറ്റ്സ് നേടിയപ്പോൾ AC മിലാൻ ഇപ്പുറത്ത് 3 പോയിൻറ്റ്സ് നേടി. മിലാൻ ആണെങ്കിൽ ക്രിമിനോസെ എവേ ചെന്നിട്ട് 2-0 ഒരു വിക്ടറി ആയിട്ട് വന്നു. സെക്കൻഡ് ഹാഫിൽ ആഡ് ഓൺ ടൈമിലും 90th മിനിറ്റിലാണ് പൗലോവിച്ച് ആദ്യമ ഗോൾ സ്കോർ ചെയ്യുന്നത്. പിന്നെ ആഡ് ഓൺ ടൈമിൽ റാഫേലിയോ 90+4 മിനിറ്റിലാണ് സ്കോർ ചെയ്യുന്നത്. ഇതും ലൈക്ക് ലാസ്റ്റ് വീക്ക് മിലാൻ കൊണ്ടുപോയി പാർമ മാച്ച് കൊണ്ടുപോയി തോറ്റ പോലെ ഈസിലി ഈ മാച്ച് 0-0 എൻഡ് ചെയ്യേണ്ട മാച്ചാണ്. ഞാൻ മിലാൻ മോശമായിട്ട് കളിക്കുവാന്നല്ല പറയുന്നത്. ഇപ്പോഴും മോഡ്രിച്ചിൻ്റെ ഹീപ്പ് മാപ്പ് നിങ്ങൾക്ക് കാണാം. വേറെ ലെവലാണ് പുള്ളി. ഈ പ്രായത്തിൽ ആ ഗ്രൗണ്ടൊക്കെ കവർ ചെയ്യുന്ന രീതിയൊക്കെ വേറെ ലെവലാണ്. അത് പറയാതിരിക്കാൻ വയ്യ. പക്ഷേ ഇമാതിരി ചാൻസുകൾ മിസ് ചെയ്തുകൊണ്ടിരുന്ന എന്ത് ചെയ്യും? AC മിലാൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ബിഗസ്റ്റ് ഇഷ്യൂ അവരിങ്ങനെ ചാൻസുകൾ മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മാച്ചിൽ റാഫേലിയോ പുലിസിച്ച് ഈസിലി ആ ഹാഫ് ടൈമിൽ തന്നെ 2-0 ലീഡായിട്ട് പോകണമാണ്. ഈ 90th മിനിറ്റിൽ മോഡ്രിച്ചിൻ്റെ ഒരു 1.5 ക്രോസ് പൗലോവിച്ച് ഹെഡ് ചെയ്തുകൊണ്ടാണ് 1-0 ആക്കുന്നത്. പിന്നീടാണ് റാഫേലിയോ കയറ്റി അത് രണ്ടാമത്തെ ഗോളും അടിക്കുന്നത്. അത് എൻകുങ്കോ അവിടെ ഇട്ട് കൊടുക്കുന്ന ഒരു സിനാരി നമ്മൾ കാണുന്നത്. പക്ഷേ അതുവരെ ചാൻസുകൾ ഇങ്ങനെ മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിലാൻ ശരിക്കും നല്ല ഫുട്ബോളാണ് കളിക്കുന്നത്. നിങ്ങൾ മാച്ച് കാണാൻ റാബിയോട്ടും അതുപോലെ തന്നെ മിഡ്ഫീൽഡാണെങ്കിൽ റാബിയോട്ടും ഫൊഫാനയും മോഡ്രിച്ചും ഒക്കെ അത്യാവശ്യം നല്ല മിഡ്ഫീൽഡ് 3 ആണ്. അവർ നല്ലപോലെ കളിക്കുന്നുണ്ട്. അതൊരു എക്സൈറ്റിംഗ് പ്രോസ്പെക്റ്റ്. ഇപ്പം ഞാൻ പലതവണ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുള്ളതാണ്. എസ്പെഷ്യലി നമ്മുടെ മെയിൻ ചാനലിൽ ബർട്ടസാഗി എന്ന് പറയുന്ന ഡേവിഡ് ബർട്ടസാഗി എന്ന് പറയുന്ന എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു 20 വയസ്സുകാരൻ യങ്സ്റ്റർ ലെഫ്റ്റ് മിഡ്ഫീൽഡർ ലെഫ്റ്റ് വിങ് ബാക്ക് അല്ലെ ബാക്ക് 3 പുള്ളിയിൽ ലെഫ്റ്റ് സൈഡിൽ CV ആയിട്ടും കളിപ്പിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. സോ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു യങ്സ്റ്ററാണ്. റിയലി ഇപ്പം ബാൾഡയുടെ ഒരു റീപ്ലേസ്മെൻ്റ് ആയിട്ട് പറ്റിയ ഒരു യങ്സ്റ്റർ ഉണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഐ തിങ്ക് ബർട്ടസാഗിനെയൊക്കെ ബാർസയ്ക്ക് കിട്ടുവാണെങ്കിൽ നൈസായിട്ട് തോന്നുന്നുണ്ട്. പുള്ളിയുടെ ഫൈനൽ തേർഡിലുള്ള ക്രോസിംഗ് അബിലിറ്റിയും ടൈറ്റ് സ്പേസസ് ബോളുമായിട്ട് ട്രിപ്പിൾ ചെയ്ത് പോകാനായിട്ടുള്ള അബിലിറ്റിയും 20 വയസ്സിലൊക്കെ ലുക്സ് റിയലി ലൈക്ക് എ ഗ്രേറ്റ് പ്രോസ്പെക്ട്. ലെറ്റ്സ് സീ. ഈ AC മിലാൻ വിടത്തിലായിരിക്കും, പിടിച്ച് നിർത്തുമായിരിക്കും. പക്ഷേ എന്നാലും ഒരു ഗ്രേറ്റ് പ്രോസ്പെക്റ്റാണ്. പക്ഷേ AC മിലാൻ്റെ കുഴപ്പം ഇതാണ്. ഈ സീസണിൽ ഇപ്പോൾ AC മിലാൻ ഇൻ്ററും തമ്മിൽ 10 പോയിൻറ്റ് ഗ്യാപ്പാണ്. 57-67 ഈസിലി മിലാൻ ഈ സീസൺ ക്ലിനിക്കൽ ആവുമായിരുന്നെങ്കിൽ ഈസിലി മിലാൻ മേ ബി ഒരു 3 പോയിൻറ്റ്സ് ലീഡ് നിന്നേനെ. അനാവശ്യമായിട്ട് കുറേ മാച്ചുകൾ സമനില വഴങ്ങിയത് മെയിൻലി ഈ മിലാൻ്റെ ലാക്ക് ഓഫ് ക്ലിനിക്കൽനെസ് കാണുവാണ്. സോ മിലാൻ നെക്സ്റ്റ് ഇയർ ഈ ഫുൾ കുറുക്ക് പോലത്തെ സംഭവം ഈ എൻകുങ്കു ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ റാഫേലിയോനെ ഒട്ടും ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നൊരു ശരിയാണ്. ഫൈനൽ തേർഡിലോട്ട് വരുമ്പോൾ ഇവരിൽ നിന്നൊക്കെ മൂവ് ഓൺ ചെയ്യും. പുളിസിച്ചും ഡിസപ്പോയിൻറ്റിംഗ് ആണ്. സൈൻ ക്വാളിറ്റി 1-2 സ്ട്രൈക്കേഴ്സ് അല്ലെങ്കിൽ മിലാൻ നെക്സ്റ്റ് സീസൺ ആണെങ്കിലും പാടുപെടും. ഈ സീസൺ ലീഗിൻ്റെ കാര്യം വിട്ട് അവിടെ നമ്മൾ മറ്റൊരു മാച്ചിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ഇതിലെ സസസോളോനെ അവിടെ അറ്റ്ലാന്റ 2-1 തോറ്റിരുന്നു. ബൊറൂസിയയുടെ കംബാക്ക് ഒക്കെ നടത്തി നല്ല പംഡപ്പായി വന്ന അറ്റ്ലാന്റയാണ്. പക്ഷേ ഈ മാച്ചിൽ തോക്കുന്നൊരു സിനാരിയോ കണ്ട് നമ്മൾ നോക്കാനാണെങ്കിൽ 16-ാം മിനിറ്റ് തന്നെ പിനാമോണ്ടി എന്ന് പറയുന്ന സസസോളോയുടെ ഒരു പ്ലെയർ റെഡ് കാർഡ് വാങ്ങിച്ചിരുന്നു. പിന്നീട് അവർ ഫസ്റ്റ് ഹാഫിൽ 23-ാം മിനിറ്റിലും പിന്നീട് 69-ാം മിനിറ്റിലും അവർ ഓരോരോ ഗോളുകൾ സ്കോർ ചെയ്ത് 2-0 ലീഡാക്കി സസസോളോ വിത്ത് 10 മാൻ. ഓൾമോസ്റ്റ് ഫുൾ മിനിറ്റ്സ് 10 മാനായിട്ടാണ് കളിച്ചത്. കൂടാതെ മൂസയിലൂടെ 88-ാം മിനിറ്റിൽ ഒരെണ്ണം തിരിച്ചടിച്ചെങ്കിലും നടന്നില്ല. ഇപ്പം ഈ മാച്ചിൻ്റെ സ്റ്റാറ്റ്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാരണം 3.18 ആയിരുന്നു അറ്റ്ലാന്റയുടെ XG. 7 ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്ത് 6 അവർ മിസ് ചെയ്തു. സോ റിയലി വേസ്റ്റ്ഫുൾ ആയിരുന്നു അറ്റ്ലാന്റ ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോൾ. അതുതന്നെയാണ് പണി വാളിയതും. സോ അറ്റ്ലാന്റ ആസ് ഓഫ് നൗ ടോപ്പ് 4 എൻ്റർ ആവത്തില്ല എന്നൊരു സിനാരിയോ ആണുള്ളത്. സോ അറ്റ്ലാന്റ യൂറോപ്പ ലീഗ് ഫുട്ബോളിന് വേണ്ടിയായിരിക്കും ഈ സീസൺ പുഷ് ചെയ്യാവുന്നൊരു ഫീലാണുള്ളത്. കൂടാതെ ടൊറീനോനോട് ലാസിയോ നൈസായിട്ട് 2-0 തോറ്റിട്ടുണ്ട്. സിമിയോണയും സപ്പാട്ടയാണ് 2 ഗോളുകൾ സ്കോർ ചെയ്തത് ടൊറീനോയ്ക്ക് വേണ്ടി. കൂടാതെ കോമോ വിന്നിംഗ് റൺ കണ്ടിന്യൂ ആണ്. കോമോ 3-1 ലെച്ചേനെ തോൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നാപ്പോളി 2-1 ഹെലസ് വെറോണയെ തോൽപ്പിച്ചിട്ടുണ്ട്. സോ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം ഹോയിലൻഡ് 2-ാം മിനിറ്റിൽ ഗോൾ സ്കോർ ചെയ്ത് തുടങ്ങിയെങ്കിലും പിന്നീട് അക്പ്രോ എന്ന് പറയുന്നൊരു പ്ലെയർ 65-ാം മിനിറ്റിൽ അടിച്ചുകൊണ്ട് 1-1 ആക്കിയിരുന്നു. പക്ഷേ ലുക്കാക്കു ഇഞ്ചറിയിൽ നിന്ന് മാറി ബെഞ്ചിൽ നിന്ന് ഇറങ്ങി 90+6th മിനിറ്റിൽ ലുക്കാക്കു വിന്നർ സ്കോർ ചെയ്തു. അത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. കൂടാതെ ബില്ലി ഗിൽമോറും പൊളിറ്റാനോ ഈ മാച്ച് സ്റ്റാർട്ട് ചെയ്തു. കൂടാതെ ബില്ലി ഗിൽമോർ ബെഞ്ചിൽ നിന്ന് വന്നു. സോ ലുക്കാക്കു ഗിൽമോറെ പൊളിറ്റാനോ ഇവരൊക്കെ ഫിറ്റായി വന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് നാപ്പോളിക്ക്. നാപ്പോളി എങ്ങനെയും ടോപ്പ് 4 സെക്യൂർ ചെയ്യാനായിട്ടായിരിക്കും നോക്കുക. ഐ ഡോണ്ട് തിങ്ക് സോ നാപ്പോളി ടൈറ്റിലോട്ട് വരും. സോ ഇപ്പം സിരിയയിലെ അവസ്ഥ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇൻ്ററിന് 67 പോയിൻറ്റ്, മിലാൻ 57 പോയിൻറ്റ്. ടോപ്പ് 2 അവർ രണ്ടുപേരും ആവുന്നൊരു ഫീലാണ് ഇപ്പോൾ.
പിന്നെ 3rd, 4th, 5th സ്പോട്ടിന് 6th സ്പോട്ട് ഇതിലെ 4th സ്പോട്ട് വരെ ചാമ്പ്യൻസ് ലീഗ് കിട്ടാൻ സാധ്യതയുള്ളൂ. 5th സ്പോട്ടിന് കിട്ടാൻ സാധ്യതയില്ല. സോ നാപ്പോളിക്ക് 53, റോമയ്ക്ക് 51, കോമോയ്ക്ക് 48, യുവൻറ്റസിന് 47. സോ 3ഉം 4ഉം സ്പോട്ടിന് വേണ്ടി നമ്മൾ നോക്കാനായിട്ടാണ് നാപ്പോളി, റോമ, കോമോ, യുവൻറ്റസ് ഈ 4 ടീമോട്. അറ്റ്ലാന്റ 45 പോയിന്റ് ഉണ്ട്. അറ്റ്ലാന്റ എന്തെങ്കിലും മിറക്കിൾ സംഭവിച്ചാൽ ടോപ്പ് 4ലോട്ട് കയറാം. പക്ഷേ ആസ് ഓഫ് നൗ യൂറോപ്പ ലീഗ് സ്പോട്ട് അറ്റ്ലാന്റ ഫിനിഷ് ചെയ്യുന്നൊരു ഫീലുള്ള. ലാസിയൊക്കെ 10th സ്പോട്ടിലോട്ടാണ് കിടക്കുന്നത്. സോ ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ലീഗ് 1 നോക്കുമ്പോഴേക്കും മാർസെ 3-2 ലയോണെ തോൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ലീഗ് 1 പോയിന്റ്സ് ടേബിൾ നോക്കാനായിട്ടാണ് PSG കംഫർട്ടബിൾ 4 പോയിന്റ്സ് ലീഡിലോട്ട് എത്തി. മിക്കവാറും PSG ലീഗ് ഇനി കംഫർട്ടബിളി പോയി അടിക്കും. ലെൻസ് പതുക്കെ മൊമെൻറ്റം ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. 4 പോയിന്റ് 2 പോയിന്റ് ലീഡ് എന്നുള്ളത് 4 പോയിന്റ് പുറയിലോട്ട് പോയിട്ടുണ്ട് ലെൻസ്. ലയോൺ 3ാം സ്പോട്ടിൽ 45 പോയിന്റ്സ്. സോ മിക്കവാറും ലീഗ് 1 PSG കൊണ്ടുപോകുന്ന ഒരു സിനാരിയോടെ മാർസെ 4ാം സ്പോട്ടിലുണ്ട്. ലിൽ 5, റെനസ് 6, മൊണോക്കോ 7, സ്ട്രാസ്ബർഗ് 8, ബ്രസ്റ്റ് 9, അതുപോലെ തന്നെ ലോറിയൻ്റ് 10. അങ്ങനെയാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലീഗ് 1 സ്ഥിതി. സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനായിട്ടുള്ള ഒപ്പീനിയൻ എന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.